പറയണേ നിങ്ങൾ? ഈ സമയങ്ങൾ നോക്കിയിട്ട് സംസാരിക്കുക. ഇതിപ്പോൾ നിങ്ങൾക്ക് ആയിട്ടുണ്ട് ഇവർക്ക് വേണ്ടി. എന്തെന്ന് എൻ്റെ കൂട്ടുകാരെ പറഞ്ഞ ഏതിനൊരു മാർക്കറ്റുകളില്ലേ? അത് ഒരെണ്ണത്തിനല്ലല്ലോ, ബസ്സിനും ട്രെയിനിനല്ലല്ലോ വരുന്നത്. ഇത് അത് ഒരെണ്ണത്തിനല്ലല്ലോ. ഒരെണ്ണത്തിന് 10,000 രൂപയാണ്. ശരിയാണ്. വണ്ടി മേടിച്ചാ പോരെ? വേണ്ട, ഇത് മേടിക്ക്. ഇത് അയക്കണോ? ഹലോ, ആ ഞാൻ വരാൻ നിൽക്കുക. ആ എന്ത് പേടിയില്ല മനുഷ്യന്മാർക്ക്. കണ്ടുകിടാന്ന് പറഞ്ഞത് ഈ 2 സാധനത്തിന് വില കൊടുക്കുക. ഇവിടെ പണത്തിനേ കുറവുള്ളൂ. അച്ഛമാമന് പണമുണ്ടോ? ഇപ്പോഴും ഇല്ല അയാൾക്ക്. ഇപ്പോഴും പറഞ്ഞ കേട്ടോ, അയാൾ പറയണൊക്കെ സത്യമാണോ കാര്യങ്ങളോ പറഞ്ഞത്? അയാളുടെ ഒരു മോനുണ്ട്. എന്താ ഇത് പറഞ്ഞു, ഇത് പറഞ്ഞു, അങ്ങോട്ട് പറയും. ഇനി തങ്ങനെ എൻ്റെ ഇതിനോടൊപ്പം കിട്ടുന്നില്ല. ഇല്ലാത്ത കാര്യമൊന്നും പറയില്ലേക്കാ. ഈ സമയങ്ങൾ നോക്കണം. ഈ സമയം നോക്കണ്ടേ? സമയം 10 ആയിക്കോട്ടെ. എടാ കൂട്ടുകാരാ, നീ കൊടുക്കന്റെ കൂട്ടുകാരാ. എന്നാ കൊണ്ടു കേട്ടോ. ഇല്ലാത്ത കാര്യമല്ല പറഞ്ഞ ഗൂഗിൾ ചെയ്യുന്നോ? ഗൂഗിൾ ചെയ്യും. കാശിന് പേടിയുണ്ടോ? ഗൂഗിളിന് തങ്കച്ചാൻ എന്തിനാ പേടിക്കുന്നു? 12 മക്കളെ പെറ്റൊരമ്മേ, നീയാണ് മക്കളിൽ കേമൻ. നീ കരിമ കെട്ടിട്ട് വേണം ഇറക്കാൻ. എന്തോ കുതിക്കാൻ കരിമ കെട്ടിട്ട്. എടോ അങ്ങോട്ട് കൊടുത്തു നമുക്ക് എടുക്കാം. അത് പഠിക്കുക. ഞാൻ നാളെ 25 ആട് കൊണ്ടുകൊണ്ട് ഞാൻ 12,000 രൂപ കളഞ്ഞവനാ. നമുക്ക് കിട്ടും, ദൈവം തരും. വല്ല കൊടുക്ക ഇവിടെ കൂട്ടുകാരാ. നമുക്ക് ആ കാശൊക്കെ ഇങ്ങോട്ട് എടുക്കടാ കൂട്ടുകാരാ. അടുക്കല്ലേ ഇതിനകത്തേക്ക് നിന്ന് നമ്പർ കൊടുക്കാൻ ഓ എരുമേനെ ആട്ടി കൊണ്ടു കൊടുക്ക. പോ വാങ്ങാം, പക്ഷെ ഇപ്പൊ വാങ്ങാനില്ല. നമ്മളത് ആലോചിക്കണം. ഇപ്പൊ അത് വാങ്ങാനില്ല. വാങ്ങാനുണ്ട്, സമയമുണ്ട്. ആളിക്കും വേണം ഇല്ലേ? തന്നിട്ടില്ലേ? ആ പിന്നെ എന്താ 12 മക്കളെ പെറ്റൊരമ്മേ, ആണോ മക്കളെ നമ്മളെ എന്നാ കേസെടുത്ത എന്ന കാര്യം ഇങ്ങനെ പറഞ്ഞില്ലേ? ഈ അച്ചായൻ്റെ എരുമകളാണ്. കുറച്ച് കച്ചവടമാണ് കഴിഞ്ഞത്. ബാക്കിയുള്ള എരുമയാണിത്.
അല്ല വീഡിയോയില് അല്ല നിങ്ങളെ തന്നെയാണോ ഇതെല്ലാം പറയണോ പറയണോ ഹലോ നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വാണിയംകുളത്തെ വിശേഷങ്ങളാണ് കാണിക്കുന്നത്. അപ്പോൾ എല്ലായ്പ്പോഴും നമ്മൾ ചെറിയ കുട്ടികളാണ് കൂടുതലായിട്ട് കാണിക്കുന്നത്. അപ്പോൾ അതിന് ചേഞ്ചിന് വേണ്ടിയിട്ട് നമ്മളിന്ന് വലിയ പോത്തുങ്ങളെ പിന്നെ കാളകൾ മാത്രമേ കാണിക്കുന്നുള്ളൂ, പിന്നെ എരുമകൾ. പിന്നെ എന്താ കാര്യം എന്ന് വെച്ചാൽ ഇതിന് വിലയുടെ കാര്യം എല്ലാവർക്കും പറയാൻ സാധിക്കില്ല. പിന്നെ പല വിലയാണ് പലരും പറയുക, കൂട്ടിയും കുറച്ചുമൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ശരിക്കും നമ്മളൊരു മാടിനെ കാണുമ്പോൾ അതിൻ്റെ വെയിറ്റ് മനസ്സിലാക്കാൻ ശ്രമിക്കുക, അതാണ് ഏറ്റവും വലിയ കാര്യം. നിങ്ങൾക്ക് പേശി എടുക്കാം, പേശി വില പറഞ്ഞിട്ട് വാങ്ങിക്കാം, അതാണ് അതിൻ്റെ കാര്യം. അപ്പോൾ ഓരോരുത്തരും പേശനെ പോലെ ഇരിക്കും കാര്യങ്ങൾ, അത് പല രീതിയിലാവും പല ആൾക്കാർ. ഇപ്പോൾ ആദ്യം തന്നെ അവർ ഇങ്ങോട്ട് ചോദിക്കുക, നിങ്ങളെത്ര വില കാണുന്നതെന്ന് ചോദിക്കുക. അപ്പോൾ ആ വില കാണുമ്പോൾ അവർ വിചാരിച്ചതിനായിട്ടും കൂടുതൽ പൈസയാണെങ്കിൽ അത് അവർ വിട്ടു തരും. അങ്ങനെ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കുകയാണ്. അപ്പോൾ അവർ ഒരു 10-15 രൂപ കൊണ്ട് കൂടുതൽ പറയുക ചെയ്യുക. ചിലപ്പോൾ നല്ല രീതിയിൽ 20-25 കൂട്ടി പറയുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക. അപ്പോൾ അങ്ങനെയാണ്, അത് ഒരു കന്നിനെ കാണുമ്പോൾ അതിൻ്റെ ആൾക്കാർക്കൊക്കെ ശരിക്കും മനസ്സിലാവും അത്. അപ്പോൾ വില പറയാമെന്ന് പറയുമ്പോൾ എല്ലാവർക്കും അത് പോസിബിളായിട്ട് വരുന്ന കാര്യമല്ല. അപ്പോൾ അത് മനസ്സിലാക്കുക. പിന്നെ അതിൽ മൂരിക്കുട്ടികളൊക്കെ വില പറയുന്നുണ്ട്, അപ്പോൾ അതും ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ ഒരു കാഴ്ചപ്പാടുണ്ടാവുമല്ലോ, അങ്ങനെ നോക്കിയിട്ട്. ഞാനിപ്പോൾ ചെറിയ കുട്ടികളുടെ വീഡിയോ ഇതിൽ എടുത്തിട്ടില്ല. ചെറിയ കുട്ടികളുടെ വീഡിയോ എല്ലായ്പ്പോഴും എടുക്കുന്നത് കാരണം അതുകൊണ്ടാണ് നമ്മൾ എടുക്കാത്തത് ഇന്ന്. അപ്പോൾ ഇത് ഒരു വലിയൊരു കാളയാണ്. അതിപ്പോൾ അങ്ങനെ ഇതിൽ കാണുമ്പോൾ സൈസ് മനസ്സിലാവില്ല. അപ്പം നല്ല രീതിയിൽ നല്ല വളർച്ച എത്തിയ ഒരു വലിയ കാളയാണ്. അപ്പോൾ ഫാമിൽ നിന്ന് എന്തുകൊണ്ട് ഒഴിവാക്കിയുള്ളതാണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ അതിനെടുത്തു. പിന്നെ കൂടുതലും അപ്പുറത്തൊക്കെ ഇത് ആലിൻ്റെ ഒരു അടിയിലായിട്ട് വരുന്നതാണ്. അപ്പോൾ അവരെ ഇത് വാങ്ങിച്ചിട്ട് കെട്ടിയിട്ടുള്ളതാണെന്നുണ്ട്. കൂടുതലായിട്ട് എണ്ണ കൂടുതലായിട്ട് അവിടെ കൂട്ടി കിടക്കുന്നുണ്ട്. അപ്പോൾ അത് വാങ്ങിച്ചൊരു സെക്ഷനാണെന്ന് തോന്നുന്നുണ്ട്. അങ്ങനെയാണ് വരുന്നത്. പിന്നെ ഓരോന്നിൻ്റെ ഏതാണ്ട് സൈസൊക്കെ നോക്കിയിട്ട് ഞാനതിൻ്റെ പറയാം. അപ്പോൾ വില അതിനനുസരിച്ചിട്ട് കണക്കാക്കാം നമുക്ക്. അപ്പോൾ അതിൻ്റെ ചോട നമ്മൾ ചോദിക്കണം, അതാണ് വേണ്ടത്. അപ്പോൾ വീഡിയോ കാണുക. ഓക്കെ. ഇത് 16 രൂപ പറയുന്നത്. അതൊക്കെ എന്തിൻ്റെ ക്രോസ് ബ്രീഡ് ആവില്ല? ഇത് സീമയാണ്. മറ്റേതാ ജേഴ്സി. ഇത് ഗിയറിൻ്റെ ക്രോസ്. ഇത് 17 പറയുന്നത്. പിന്നെ കാങ്കറേജിൻ്റെ കുട്ടിയൊക്കെ? കാങ്കറേജിൻ്റെ കുട്ടി 13 രൂപ വരും. മറ്റേതൊക്കെയോ? ഇതൊക്കെ ഇത് വന്നിട്ട് 15 പറയണു, അത് വന്നിട്ട് 14 പറയണു, അത് വന്നിട്ട് 15 പറയണു, ഇത് വന്നിട്ട് 13 പറയണു.
ഇത് വന്നിട്ട് 13 പറയുന്നുണ്ട്. ഇത് 12 പറയുന്നുണ്ട്. ഇത് വന്നിട്ട് 13 പറയുന്നു. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും തിരഞ്ഞെടുക്കാം. മാർജിൻ ചെയ്തിട്ട് നിങ്ങൾക്ക് വാങ്ങിക്കാം. കുറച്ച് നല്ല കുട്ടികളാണ്, നല്ല അത്യാവശ്യം ഭംഗിയുണ്ട് കേട്ടോ. ക്രോസ് ബ്രീഡാണ്, ചെറിയൊരു ഇത് വരുന്നുള്ളൂ. അത്യാവശ്യം ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല കുട്ടികൾ. പിന്നെ അപ്പുറത്ത് 2 ഗീറിൻ്റെ കുട്ടികൾ നിൽക്കുന്നുണ്ട്, മൂരി കുട്ടികൾ നിൽക്കുന്നുണ്ട്. നമ്പർ കൊടുക്കാം കേട്ടോ. അതാണ് മേൽപോത്ത്. ഇതാണ് ആദ്യം കാട്ടി എന്നാ പോത്തത്. ആ പോത്ത് അവിടെ എവിടെയാടാ പോത്തോട്ടാ? ആ വരുന്നുണ്ട്. ഇതാണ് ഉടച്ചു പോത്ത് പറഞ്ഞത്. തല കണ്ടോ? ഇവിടെ ഒരു 2-3 പോത്തുകൾ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിലത്തെ ഒരു പോത്ത് ഭയങ്കര ക്വാളിറ്റി ഉള്ളതാണ്. ഇതല്ല, അതിൻ്റെ പുറത്തോരണം നിൽക്കുന്നുണ്ട്. അതിൻ്റെ കൊമ്പൊക്കെ നല്ല ഉള്ളിൽ കയറിയിട്ട് നല്ല ക്വാളിറ്റിയുള്ള പോത്ത്. അത്യാവശ്യം വളർന്നിട്ടുള്ള പോത്ത് തന്നെയാണ്. ഇനി അധികം വളർച്ചയൊന്നുമില്ല. ഉണ്ടോ? ഇതിൻ്റെ ഹെഡും ഇതൊക്കെ നോക്കിക്കോട്ടെ. ഹെഡ്, അതിൻ്റെ കൊമ്പ് നല്ല ഹൈറ്റും ഉണ്ട്. നല്ല ഇടനീളം ഹൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിന് വേറെ സെപ്പറേറ്റ് ആയിട്ട് നിർത്തിയേക്കാണ്. മറ്റേത് കൊമ്പ് നീളം കൂടിയ ടൈപ്പാണ് 2 നിൽക്കുന്നത്. ഇത് നല്ല ക്വാളിറ്റി. ഇതിൻ്റെ ക്വാളിറ്റി ഇപ്പോൾ കാണാം, മൊത്തം നീളം കാര്യങ്ങളേ. അപ്പോൾ കുറച്ച് ക്ഷീണമൊക്കെ ഉണ്ട്. അതിനധികം വളർത്താനൊന്നും ആൾക്കാർ കൊണ്ടുപോയില്ല. ഇനിയിപ്പോൾ മീറ്റിൻ്റെ കാര്യങ്ങൾക്കാണ് ഇത് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇത് നല്ല ക്വാളിറ്റി പോത്താണ്. അപ്പോൾ അങ്ങനത്തെ പോത്തുകൾ ഇവിടെ വരുന്നുണ്ട്. ഇനി തനി ഹരിയാന കുട്ടികളും ഹരിയാന വലിയ പോത്തുകളെ, ഹരിയാന ചെറിയ കുട്ടികളൊന്നും വരുന്നില്ല. ഹരിയാനയിലത്തെ വലിയ പോത്തുകളെയും കൂടെ ഇറക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ പോത്തുകൾ ഇവിടെയും കാണാം. ക്വാളിറ്റി, നല്ല ക്വാളിറ്റിയുള്ള പോത്തുകൾ. ഇതും നല്ലൊരു പോത്ത് തന്നെയാണ്. അത്യാവശ്യം ക്വാളിറ്റിയും കാര്യങ്ങളുള്ള പോലെ തന്നെയാണ്. സൈസിനും ഉണ്ട് കേട്ടോ. ഇത് സൈസ് നമ്മൾ കാണുന്ന പോലെയല്ല, ഡയറക്റ്റ് കാണുമ്പോൾ അതിൽ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അതാണ് കാര്യം. പിന്നെ പലരും ചോദിക്കുന്നുണ്ട്, റേറ്റ് ചോദിക്കുന്നു. റേറ്റ് ചോദിച്ചാൽ ഇങ്ങനെ തന്നെയാണ് പറയുക. അത് നമ്മളിപ്പോൾ ഒരാൾ വാങ്ങിക്കാൻ പോകുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് മനസ്സിലാവും. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള അതിൻ്റെ റേറ്റിൽ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് നമ്മൾ പൈസ വില ചോദിക്കാൻ മാത്രമായിട്ട് പോകുമ്പോൾ അത് അവർക്ക് താല്പര്യമാവില്ല. അങ്ങനെ കുറേ കാര്യങ്ങൾ ഇതിൽ വരുന്നുണ്ട്. ഈ പോത്തുകൾ കണ്ടത് ഇതിനൊക്കെ അത്യാവശ്യം സൈസും കൂടിയ പോത്തുകളാണ്. ഇത് കണ്ട ഈ 10 ഒരു 700 ആ റേഞ്ചൊക്കെ ഉണ്ടാവും. എന്തായാലും 650 ആ റേഞ്ച്. ലൈവ് തൂക്കമാണ് പറയുന്നത്. ലൈവ് തൂക്കം ഉണ്ടാവും. അതിനായിട്ടും ചെറിയ മാറ്റങ്ങളും ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതിനനുസരിച്ചിട്ട് കണക്കാക്കിയിട്ട് വില ചോദിക്കുക. ഈ പോത്തൊക്കെ നല്ല തുടുത്ത പോത്തുകളാണ്. നല്ല തീറ്റയും എല്ലാം, തീറ്റ നല്ല വെള്ളം എല്ലാം സെറ്റപ്പായിട്ടുള്ള പോത്തുകളാണ് ഇതൊക്കെ. നല്ല പോത്തിനെ സെലക്ട് ചെയ്തെടുക്കാം. അപ്പോൾ വിലയുടെ കാര്യം ഞാൻ പറയണതാണ്. പിന്നെ എരുമകളുണ്ട് ഇതിൽ, നല്ല സൈസുള്ള എരുമകൾ. എന്താ എരുമേനൊക്കെ നോക്കിയും കൊണ്ടൊക്കെ എടുക്കുക ആവശ്യമുള്ളവർ. ഓക്കെ. ഇതൊക്കെ ഒന്നുകൂടി സൈസ് കൂടിയ പൊത്തുകളാണ്. ഇത് എരുമേര സെക്ഷനാണ്. 10 ചേർത്ത് നിൽക്കുന്നുണ്ട്. ക്യാമറ കയറേ.
മാറി 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 പിരിഞ്ഞുവേട്ടാ. എന്നാലും ഇന്ത്യ 2500 പോകുന്ന എങ്ങോട്ടൊന്നും നോക്കിട്ട് പറയാം. ഞാൻ കൊടുക്കാം. ചേട്ടാ ഇവിടെ നിൽക്കണ കുറച്ച് വലിയ സൈസ് പോത്തുകളാണ്. സൈഡിൽ ഇരുന്ന് നല്ല നല്ല വലിയ പോത്തുകൾ. ഇനി മാറില്ല. ചിലപ്പോൾ തന്നെ ചോദിച്ചില്ല. അപ്പോൾ വാങ്ങുന്നില്ല. 41 രൂപക്കാരെ കൈ പൊട്ടാണ്. വരിക്കൊക്കെ മേടിക്കാൻ എൻ്റെ മനസ്സിലുണ്ട്. ഇപ്പം കാർഡ്സിന് പോകണമെങ്കിൽ ഒത്തിരി 5000 കൂട്ടി ചോദിക്കണമെങ്കിലേ അപ്പോൾ 37 ചോദിക്കുന്നതായിരിക്കില്ലല്ലോ. വിറ്റാ കുറച്ച് വിറ്റ് കഴിഞ്ഞു. കുറച്ച് ചെറുതുണ്ടെന്ന് അവിടെ ഉണ്ടോ? കൊടുത്തില്ലേ നാണയം കുട്ടി പറഞ്ഞു. ആരും ഉണ്ടെങ്കിൽ വാങ്ങില്ലേ? എന്ത് വർത്താനം നിങ്ങൾ സാധനം നന്ന് വിളിച്ചു പോവാ നോക്കടാ. വൈകിട്ട് പോയിട്ട് കാര്യം നടക്കില്ലേ? വീട്ടിൽ എപ്പോഴാ പോവാ? നീ എപ്പോഴാ പോവാ? അങ്ങനെ എല്ലാവരും പറഞ്ഞു നടന്നാൽ ആശ
നമ്മുടെ സാറിൻ്റെ പോത്തുകളാണ്, അത്യാവശ്യം വലിപ്പമുള്ള പോത്തുകൾ. അതിൻ്റെ വില ചോദിക്കണമെന്നില്ല, വില ചോദിച്ചാൽ പറയും, കുഴപ്പമൊന്നുമില്ല. ഇത് വലിയ പോത്തുകൾ മാത്രം നമ്മൾ വീഡിയോ എടുക്കണം കേട്ടോ, വലിയത് ചെറുതിൻ്റെ എടുക്കുന്നില്ല. ചെറുത് ഈ വില വ്യത്യാസമൊന്നും ഉണ്ടാവില്ല, അതുകൊണ്ട് വില ഞാൻ ഒരു ഇതൊക്കെ പറഞ്ഞുതരാം. വലുതിൻ്റെ ആയാലും ചെറുതിൻ്റെ ആയാലും വില പറഞ്ഞുതരാം. ഇതിൽ കാണുന്ന കാളക്കുട്ടികളെ വേണ്ടവർ ഞാൻ ഇതിൻ്റെ ഓണർ നമ്പർ കൊടുക്കുന്നുണ്ട്. സെയ്ദ് മുഹമ്മദ് എന്നാണ് മൂപ്പരുടെ പേര്. അപ്പോൾ ഇതിൽ ഗിറിൻ്റെ 2 കുട്ടികൾ അപ്പുറത്ത് നിൽക്കുന്നുണ്ട്. അത് നല്ല ക്വാളിറ്റിയുള്ള കുട്ടികൾ തന്നെയാണ് കേട്ടോ. പിന്നെ ഒരുവിധം കുഴപ്പമില്ല, അത്യാവശ്യം നല്ല ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ വരുന്നുള്ളതാണ്. പിന്നെ അതിലൊരു കാങ്കറേജിൻ്റെ ഒരു നല്ലൊരു കുട്ടി നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടവർ ആ നമ്പറിൽ വിളിച്ചാൽ മതി. നമ്പർ ഞാൻ ഇവിടെ കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് കാണും, നല്ല ക്വാളിറ്റി ഉണ്ട്, നല്ല. പിന്നെ കാങ്കയം കുട്ടികളും കാണുന്നുണ്ട് ഇതിൽ. കാങ്കറേജിൻ്റെ കുട്ടി നല്ല കുട്ടിയാണ് കേട്ടോ, അത് ഞാൻ കാണിക്കുന്നതിൽ. അതാണ്ട് ആ തെറ്റത്ത് നിൽക്കുന്നുണ്ട് ഏറ്റവും അവസാനം. നല്ല കുട്ടികൾ തന്നെയാണ്, യാതൊരു കുഴപ്പമില്ല. അപ്പോൾ ആവശ്യമുള്ളവർ വിളിച്ച് ചോദിക്കുക. ഓക്കെ, താങ്ക് യു. എത്ര തരാം? ഒന്നില്ലേ? ഒരു ഉറുപ്പിക്ക് വേണമെങ്കിൽ ഒരു ഉറുപ്പിക്ക് ചോദിക്കും. കാങ്കറേജിൻ്റെ കുട്ടിയുണ്ട്, നമ്മുടെ കാങ്കറേജാണ്. ഗിറിൻ്റെ കുട്ടിയല്ലേ ഇത്? എത്ര പിടിക്കും മാമ. പിന്നെ ചെറിയ പോത്തും കുട്ടികളുടെ വില ഞാൻ പറയാം. ചെറിയ പോത്തും കുട്ടികൾക്ക് വില വരുന്നത് നമ്മൾ പറയാറില്ലേ, 14-15 ഉറുപ്പ്യക്കാണ് ഒരു 120-130 കിലോൻ്റെ ഒക്കെ പറയുക അവർ. അപ്പോൾ അത് പിന്നെയും നമുക്ക് കുറച്ചിട്ട് 1000-1500 കുറച്ചിട്ട് എടുക്കാം. പിന്നെ ഒരു 150 കിലോൻ്റെ ഒക്കെ വരുമ്പോൾ 10-21 പറയും, ഒരു 19 ഉറുപ്പ്യൊക്കെ നോക്കിയിട്ട് എടുക്കാം. അങ്ങനെ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരാം. അപ്പോൾ അത് വാങ്ങിക്കാം. അങ്ങനത്തെ രീതിയിൽ നമുക്ക് വില പേശിയിട്ട്. പിന്നെ അതിൻ്റെ മുകളിലേക്ക് വരുമ്പോൾ അതിനായിട്ടും ചെറിയ മാറ്റങ്ങളൊക്കെ വരും. അപ്പോൾ അതാണ് റേറ്റിൽ വലിയ വ്യത്യാസമൊന്നും വരില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അത് എടുക്കാത്തത്. ഓക്കെ, അപ്പോൾ പുതിയ ആളുകൾ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, പുതിയ പുതിയ വീഡിയോകൾ വരുന്നുണ്ട്. നല്ല നാടൻ പശുവിൻ്റെ വീഡിയോ ഒക്കെ വരുന്നുണ്ട് കേട്ടോ. കീപ് സപ്പോർട്ട്. താങ്ക് യു. ഫേസ്ബുക്കല്ല, യൂട്യൂബ്.